മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനിയുടെ വാദം. വളരെ നിർണായകമായ ഒരു അപ്പീലാണ് ഇപ്പോൾ CMRL നൽകിയിരിക്കുന്നത്. ED അന്വേഷണ നടപടികളും റെയ്ഡുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇങ്ങനെയൊരു ഇടപെടൽ CMRLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് കിട്ടിയതിന് തൊട്ടു പിന്നാലെ ED റെയ്ഡുകളുമായി മുന്നോട്ട് വന്നതാണ്. 2 ദിവസം അവധിയായതിനാൽ CMRLന് അപ്പീൽ നൽകുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് CMRL അപ്പീലിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന 2 കാര്യങ്ങളാണെങ്കിൽ ഇതേ കാര്യം തന്നെ സിംഗിൾ ജഡ്ജി തള്ളിക്കളഞ്ഞതായിരുന്നുവല്ലോ. മഞ്ജുഷ, കഴിഞ്ഞ ദിവസം തന്നെ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നതാണ്. അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല, അതുപോലെ ഉദ്യോഗസ്ഥർ നിർബന്ധമായി EDക്ക് മുൻപിൽ ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. അതേ തുടർന്നാണ് ED അന്വേഷണം കൂടുതൽ ഊർജിതമായത്. അതേസമയം തന്നെ ഈ അന്വേഷണം തുടരാം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ CMRL അപ്പീൽ നൽകിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചിട്ടുള്ളത്. ED അന്വേഷണം ഉടൻ തടയണം, അതുപോലെ SFIO ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നതിനാൽ സമാന്തര അന്വേഷണം നടത്താൻ EDക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന ഹർജി. അങ്ങനെയാണ്. അതുമാത്രം സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം സാധ്യമല്ല, അത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഈ ഇടപാടിൽ നടന്നിട്ടില്ല, അതിനാൽ EDക്ക് ഇടപെടാൻ അധികാരമില്ല എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ ആണ് ED പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന്, അതായത് ഉത്തരവിന് പിന്നാലെ തന്നെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്കും അതുപോലെ വീണ വിജയനും സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് ED. ആ നടപടികൾ അടിയന്തരമായി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്ന സാഹചര്യത്തിൽ ED ഇടപെടൽ കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ CMRL ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം ഉള്ളത്. അതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിന് സേവനങ്ങൾ നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്നാണ് കേസിലെ പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ ഹൈക്കോടതി വിധിക്കും റെയ്ഡിനും പിന്നാലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് ED വീണ്ടും സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ്. മഞ്ജുഷ്, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.